സുഹൃത്തുക്കളെ കോയമ്പത്തൂരിലൂടെ ഇങ്ങനെ നടക്കേട്ടോ. കോയമ്പത്തൂർ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു പ്രഷർ മോട്ടർ നന്നാക്കാണ്ടിരുന്നത് അവിടെ കൊടുത്തു. ഇതൊക്കെ 1300 രൂപ. മാറ്റാൻ 3000. കിറ്റ് മാറ്റാൻ 3300. അപ്പോൾ ഇവിടെ എത്ര പറഞ്ഞത്? ഭയങ്കര രസം കിട്ടും. അത് പറഞ്ഞാൽ ഇവിടെ എത്ര പറഞ്ഞത്? ഇവിടെ 1200 രൂപ മാറ്റാൻ. റിപ്പയർ ചെയ്യാൻ 600 രൂപ. ഇതാണ് നാടും ഇവിടുത്തെ 1100 റെഡിയാക്കി തരാറുണ്ട് ലാസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം കേട്ടോ. ഇവിടെ പാർട്സ് മാറ്റാൻ 1200, നാട്ടിൽ പറഞ്ഞ് 3000 രൂപ കേട്ടോ. കാരണം ഡബിളിൻ്റെ 3300. അപ്പോൾ ഡബിളിൻ്റെ മേലെ. അതുപോലെ തന്നെ ബൈക്കിൻ്റെ പാർട്സുകൾ, കാറിൻ്റെ പാർട്സുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഉക്കട മാർക്കറ്റ്. കഴിഞ്ഞ വീഡിയോ നമ്മളിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് TM ടൂൾസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനം ഇവർ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങൾ എക്സ്ട്രാ വന്നതാണ്. അപ്പോൾ അത് ഇവിടെ റിട്ടേൺ കൊടുക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉക്കടം മാർക്കറ്റിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം മാത്രമാണ് ഗാന്ധിപുരം മാർക്കറ്റിലേക്ക് പോകട്ടോ. ഓക്കെ, ഇവിടെ ഫുള്ള് ടൂൾസ് കടകളാണ്. TM ടൂൾസ്. ഇതാ ഈ ഷോപ്പിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണ് എടുത്തത്. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിൽ കയറി എന്താണ്, ഇവിടെയൊക്കെ പഴയ സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ TM ടൂൾസിൻ്റെ ഉള്ളിലോട്ട് കയറി. 1 year വാറണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരെന്താ? പാർക്ക് ഷെഡ് ഹൈ പ്രഷർ വാഷറാണ്. ഹൈ പ്രഷർ വാഷറാണ് ഇപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പ്രഷർ വാഷർ பார்த்தீங்கன்னா எக்ஸ்டென்ஷன் பைப் லெந்த் ராட் എല്ലാം ഉണ്ട് അല്ലേ? 3200 ഒരു 1 year വാറണ്ടി. அதே இந்த மாடல் எடுத்தீங்கன்னா இதே சேம் சாதனங்கள் இருக்கும். சாதனங்கள் இருக்காது. இந்த எக்ஸ்டென்ஷன் இது வராது. இது இல்லாம இது எடுத்தீங்கன்னா பாத்தீங்கன்னா உங்களுக்கு 2800. ഇതിൽ ഉണ്ടാവാതെ இது ഉണ്ടാവും. ഉണ്ടാവില്ല. ബാക്കി എല്ലാ സാധനം ഉണ്ടാവും അല്ലേ? ബാക്കി എല്ലാ സാധനം ഉണ്ടാവും. ഓക്കെ, இதெல்லாம் அடக்கி இதெல்லாம் எடுத்தீங்கன்னா 2200. இது எடுத்தீங்கன்னா அதை விட கொஞ்சம் பிரஷர் குவாலிட்டியா வரும். பொருளும் குவாலிட்டியா இருக்கும். ഇതില് റേറ്റ് ജാസ്തിയാ? അതില് കുറച്ച് ക്വാളിറ്റി കൂടിയത്. ഇത് എവിടെ? ഇത് എടുത്തീங்கன்னா 3650. 3650 ഇതാണ് ഏറ്റവും നല്ല സാധനം. 3650 ഏറ്റവും നല്ല സാധനമല്ല, അതിനടുത്തൊക്കെ ഇത് 3000. എത്ര ദിവസം ഉണ്ട്? 3200. ഇതിന്റെ കൂടെ ഇതെല്ലാം ഉണ്ട്. അഡീഷണൽ ഇത് വരുന്നുണ്ട്. ഇതിൽ ഇതുണ്ടാവില്ല. ഓക്കെ, ഇതിന് വന്നിട്ട് 2800. 2800 അത്ര പവർ ഉണ്ടാവുള്ളൂ. ഇതിന് വാറണ്ടി ഇരിക്കില്ല? 1 year വാറണ്ടി. അലുമിനിയം കോപ്പർ അല്ല, കോപ്പർ தான் வரும். கொடுக்கும்போது வாரண்டி ஏன் ப்ரொவைட் பண்றோம்னா அதுக்குண்டான காயில் குவாலிட்டி உங்களுக்கு நல்லா இருந்துச்சுன்னா மட்டும் அது வாரண்டி ப்ரொவைட் பார்க்க முடியாதுன்னு. நம்ம அது அசெம்பிள் தான் பண்ணிருப்பாங்க. அது மொத்த லேபர் கொடுத்து அது ரிமூவ் பண்ணி தான் உங்களால பார்க்க முடியும். பார்த்தாலுமே காப்பர் தான் இருக்கும். அது உங்களுக்கு 3200 தான். பாக் ஷேட் ஹெவியா வேணுமா மீடியமா கொடுக்குவா? ஃபோன் கொடுக்குறேன். 1 year വാറണ്ടി. ഇതിന് 1 year വാറണ്ടി. ഇത് നല്ല ക്വാളിറ്റി അല്ലേ? നല്ല ക്വാളിറ്റി. 2400 வச்சு 240 பார் வரும். பாடி டைப் வீலோட வந்துடும். ஃப்ரேம் டைப்பு வித் வீலோட வந்துடும். எடுத்தீங்கன்னா 1 year வாரண்டி ப்ரொவைடபிளோட கொடுத்துருவேன். பிராஷ் பம்போட வந்துடும். 10 மீட்டர் உங்களுக்கு ஃப்ளோரைட் ஹோஸ் வந்து 10 மீட்டர் ஹோஸ் வந்துடும். உங்களுக்கு ஃபுல் ஹெவி 1 year வாரண்டியோட. அது பார்த்தீங்கன்னா ப்ரைஸ் வைஸ் ரொம்பவே நான் சீப் ரேட்டுக்கே தரேன். 4800 ரூபாய்க்கு. 4800 வரண சாதனம். ஸ்டாக் இன்ஜின் 52 சிசி வரண சாதனம். பிளேடு எல்லாமே அடக்க செட்டோட வந்துடும். இதுக்கு உங்களுக்கு பார்த்தீங்கன்னா 6 months சர்வீஸ் வாரண்டி ப்ரொவைடபிளா, 6 months சர்வீஸ் ஃப்ரீயும் ப்ரொவைடபிள் ஆயிரும். இந்த பொருள் எடுத்தீங்கன்னா 4200 ரூபா.
ஆன்லைனில் எங்கே சேல் பார்த்தாலுமே எங்கிட்ட கம்பேர் பண்ணி பாருங்க கம்மியாக இருந்தால் பர்ச்சேஸ் பண்ணுவோம். 4200 நான் அவைலபிள். ഇതില് ഒരേ ഒരു കമ്പനി ഇതാ മറ്റേ കുറേ ബ്രാൻഡ്സ് ക്വാളിറ്റീസ് ഒക്കെ നിറയെ ഉണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് നല്ലത് ചോദിക്കുമ്പോൾ ഷാർപ്പ് ബ്രാൻഡ് ഇങ്ങനെ കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വീട്ടാവശ്യം എനിക്ക് ഞാൻ ഇവിടെ റെഗുലറാக ആൺസൈറ്റ് പർപ്പസ്ക്ക് ഞാൻ ഇതെല്ലാം തന്നെ കൊടുക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഇതിനെക്കാട്ടി കുറച്ച് ക്വാളിറ്റി കൂടിയത് 4 സ്ട്രോക്ക് വേണം അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതും എൻ്റെ അടുത്ത് അവൈലബിളാണ്. 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് 2 സ്ട്രോക്കിലെ കുറച്ച് ക്വാളിറ്റി കൂടിയതൊക്കെ നിറയെ അവൈലബിൾ. ഓക്കെ ഇതിനൊപ്പം വരൂല തണിച്ചുണ്ട് പറയുന്നത്. അത് വേറെ കിടക്കും. അത് വേറെ പൈസ കൊടുക്കണം. കൂടെ എടുത്താൽ അത് വിലതന്നെ വേണ്ടിട്ട് തണിച്ച് വെച്ചിട്ടുണ്ട്. 5 feet ഹൈറ്റ് വരുന്ന സാധനമാ. ഇതിൻ്റെ ഒപ്പം തന്നെ അത് കൊടുത്തിരും. അത് തണിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഇട്ട് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ സ്ക്രൂസുമേ അതിന് വേറെ പൈസ ഒന്നും ഇല്ലല്ലോ. ഒരു പൈസ ഇല്ല. എല്ലാം ഇൻക്ലൂഡ്. ടൂള് അത് ഫിറ്റ് ചെയ്യാനുള്ള ടൂൾ ഇതിൽ വരുന്നില്ല. സെറ്റായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ടൂൾ ഇതായിരുന്നു. ഇങ്ങനെ ആയി കഴിഞ്ഞത് മൊത്തം ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ? പെട്രോൾ ടാങ്ക് ഇവിടെ ഉണ്ട്. ഡീസലാണ്. ഡീസലല്ല, പെട്രോൾ. 2 സ്ട്രോക്ക് എഞ്ചിൻ. 2 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ പെട്രോൾ ഇതിലെടുക്കുക. ഇതിൻ്റെ അളവിനനുസരിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ടൈപ്പ് ഇംഗ്ലീഷ് ആക്കാൻ അപ്പോൾ സുഹൃത്തുക്കളെ ഓൺലൈനിലും അവിടെ ഇവിടെ ആയിട്ട് വൈറലായി നിൽക്കുന്ന സാധനമാണ് മരം മുറിക്കാത്ത. കൈ കൊണ്ട് തന്നെ വലിയ വലിയ മരങ്ങളൊക്കെ മുറിക്കുക. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുക. 170 രൂപ മാത്രം. പള്ളി 170. അപ്പോൾ ഒരുപാട് സാധനമുണ്ട്, ഒരുപാട് ടൂൾസുകളുണ്ട്, ഒരുപാട് മെഷീനറീസുകൾ. ഇത് കൊഞ്ചം കമ്മി. ഒരു മിനിറ്റ്. ഇതാണ് ഏറ്റവും ചെറുത്. നമ്മുടെ ഇത് നമ്മൾ സ്വിച്ച് ചെയ്ത് നിങ്ങൾ താഴെ സ്വിച്ച് വെച്ച് വെയിറ്റ്ലെസ്സിലൊക്കെ ചോദിക്കുമ്പോൾ ബ്രാൻഡഡായി പോകും. പക്ഷെ പ്രൈസ് പോകും. നിങ്ങൾ വീഡിയോയിൽ ഇടുന്നത് നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞത് വേണമെങ്കിൽ ഇതൊക്കെ എടുത്താൽ നിങ്ങൾക്ക് എക്കോണമിയാണ്. വീട്ടിൽ ആവശ്യമുള്ള 1500 രൂപ കമ്മിനാ ഇല്ല. അത് കമ്മി കേൾക്കാതെ അത് കമ്മിനാ. ഇത് 1500. 1500. ഇത് 850 രൂപ. കച്ചവടക്കാർ കൊടുക്കുന്ന പ്രൈസിനായി കസ്റ്റമേഴ്സ്ക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും 850 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ട്. ഇത് 850, ഇത് 850, ഇതിന് 1500. ഡിഫറൻസ് എന്തെന്നറിയോ? ബ്രാൻഡഡും ക്വാളിറ്റിയും മാറുമ്പോൾ നിങ്ങൾക്ക് പ്രൈസും വേരി ആവും. ഇപ്പം ഇമ്പോർട്ടഡ് റേറ്റിനാ ഇമ്പോർട്ടഡ് റേറ്റ്. കച്ചവടക്കാർ എനിക്ക് വന്ന് 10 പീസ് മേടിക്കുന്ന സ്ഥലത്ത് ഞാൻ 1 പീസും അതേ റേറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നാളെ എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് വരണമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓഫർ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ നാട്ടിൽ ഇതൊക്കെ മേടിച്ച് 1000 രൂപ 1200 രൂപ പറയും. ഞാൻ അവിടെ വേറെ 850 രൂപ. കൊറിയർ ഇട്ടാൽ നിങ്ങൾക്ക് 50 രൂപ 80 രൂപ വരും. അത്ര തന്നെ ചിലവ്. ഡോർ വീട്ടിൽ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ അവിടെ കളക്ട് ചെയ്ത് പോകാം. അങ്ങനെയൊക്കെ. അടുപ്പത്തേക്ക് വേറെ ചാർജ് ആവും. അത് നിങ്ങൾ പാർസൽ ചാർജ് നിങ്ങൾ നാട്ടിലെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ അടുത്ത് വന്ന് COD അവൈലബിൾ ഇല്ല. അപ്പോൾ அதனால நான் புக் ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി എൻ്റെ അടുത്ത് അവൈലബിൾ ഇല്ല. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ നാട്ടിലെ കളക്ട് ചെയ്താൽ അവിടെ ട്രാവൽ ചാർജ് മാത്രം കൊടുക്കണം. 100 രൂപ 150 രൂപ ഇങ്ങനെ വരുമല്ലോ. അത് നിങ്ങൾ അവിടെ പേ ചെയ്ത് എടുത്താൽ മതി. ഇല്ല നേരിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക്. സുഹൃത്തുക്കളെ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിക്കുക, ഓർഡർ ചെയ്യുക അല്ലേ? ഓർഡർ ചെയ്താൽ നിങ്ങൾ വീട്ടിലേക്ക് സാധനം എത്തും. അവിടെ എന്ത് ചെയ്യുക? ട്രാവലിങ്ങിൻ്റെ പൈസ കൊറിയർ സർവീസിലെത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ട്രാവലിങ്ങിൻ്റെ പൈസ, ഇതിൻ്റെ കൊറിയർ ചാർജ് അവിടെ കൊടുക്കും അല്ലേ? സാധനത്തിന് ആദ്യം നിങ്ങൾക്ക് കണക്ക് ആദ്യം ഈ സാധനത്തിൻ്റെ പ്രൈസ് ഇവർക്ക് അയച്ചു കൊടുക്കും. அந்த நம்பருக்கு ஸ்க்ரீன்ஷாட் அனுப்பிடுங்க. 100 ரூபா அடிக்கிறேன் பேபிന്റെ. அப்போ நீங்கள் சொல்கிறது எனக்கு புரிஞ்சுது. நம்ம இது டபுள் போர்டு, இது சிங்கிள் போர்டு. இது கொஞ்சம் கம்ப்ளைண்ட் வராது. 1 வருஷம் வாரண்டி. எடுத்தாலும் 90 ரூபா கிடைக்கும் ஒரு பாக்ஸ். மூணு 3000 ரூபாய்க்கு லாஸ்ட் தரேன். இது 2500க்கு தரேன். ஆனால் இது வாரண்டி இருக்குது, இது வாரண்டி இல்லை. கடை விட்டு இறங்கின ஒரு இது പറഞ്ഞു കൊടുക്കും. ഇവിടെ ഫുള്ള്
മലയാളികളാണോ ജോലി ചെയ്യുന്നത്? ഫുള്ള് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പോയിട്ട് കുറേ മലയാളികളാണ് ഇവിടെ കൂടുതൽ തോന്നുന്നത്. താമസിക്കുന്ന ആൾക്കാരുണ്ട്, ആ പാലക്കാട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു മസ്ജിദാണ്. ഈ ഉക്കട മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു മസ്ജിദാണിത്. ഇതിൻ്റെ മുന്നിൽ കണ്ടോ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ്. അപ്പോൾ ഒരു ഡൗട്ട്, ഇവിടെ ഫുള്ള് മലയാളം. പക്ഷേ മലയാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നില്ല. ഇവിടെ സെറ്റിൽഡ് ആയ ഒരു കുറേ ആൾക്കാരുണ്ട് അല്ലേ കേരളത്തിൽ, പാലക്കാട് നിന്നൊക്കെ വന്നിട്ട്. പാലക്കാട്ടിൽ നിന്നല്ല, കണ്ണൂർ കാസർഗോഡൊക്കെ ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ടയറുകളാണ്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ ടയറുകളാട്ടോ. ഏത് വണ്ടീൻ്റെ ടയർ ചോദിച്ചാലും ഇവിടെ സാധനം സ്റ്റോക്കാണ്. സുഹൃത്തുക്കളെ, ഉക്കട മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ്. മലയാളത്തിൽ എഴുതിയുണ്ട് ഹോട്ടൽ പൊള്ളാച്ചി. അപ്പോൾ ഹോട്ടൽ പൊള്ളാച്ചിയിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഒരു വീട്ടിലേക്ക് കയറുന്ന ഫീലാട്ടോ. ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ്. സീറ്റിലെല്ലാം ഫുള്ള ആളാട്ടോ. അപ്പോൾ ഒരു 3-4 ആൾക്കാരുടെ എണീറ്റ് നമുക്ക് കണ്ട് കയറാം. സാമ്പാർ ഏതാണ്ടോ കിച്ചണാണിത്. മത്തി പൊരിച്ചത്, സാമ്പാർ സാമ്പാർ മീൻകറി അവൾക്ക് കൊഞ്ചം കൊടുക്കും. ഭക്ഷണം കഴിച്ചിറങ്ങി. സൂപ്പർ അല്ലേ, അടിപൊളി അല്ലേ. കാരണം പൊന്നരി പച്ചരി ചോറെന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ ചിലപ്പോൾ തമിഴ്നാടല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കഴിക്കാതിരിക്കും. എന്തെങ്കിലും വെള്ളം കുടിച്ചാണ്ടാവുന്നതായിരിക്കും. ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ വന്നാൽ നല്ല അടിപൊളി ചോറുണ്ട്. പൊന്നേരിയാണെന്നുള്ളൂ നമ്മളവിടുത്തെ നാട്ടിലത്തെ പച്ചരി ചോറ്. പക്ഷേ പിന്നെ ചില സ്ഥലത്ത് പോയാൽ ഈ എണ്ണൻ്റെ ഒക്കെ ഒരു എത്ര ആയത് ടേസ്റ്റ് വേറെ. ഒരാൾക്ക് ചോറ്, ഒരു 2 ആൾ ചോറും മത്തി 170. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഉക്കട മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ. ഇനി ഒന്നും തിരഞ്ഞൊന്നും നടക്കേണ്ട ആവശ്യമില്ല. ഉക്കട മാർക്കറ്റ് കവാടത്തിൻ്റെ അവിടെ നേരെ വരിക, ഹോട്ടൽ പൊള്ളാച്ചി. അത് 5 ഇതിനുള്ളിലൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കണ്ട. அங்கே கடையில் கொடுத்தா 2 நாள் 3 நாளுக்கு அப்புறம் இங்கே அப்படி இல்லை. இங்கே எப்படின்னா மிஷின் கொண்டு வந்தால் கையோட ரெடி பண்ணி கொடுக்கும். அதுதான் நல்லது. அதனால கை அஞ்சு இன்ச்சு கட் பண்ண முடியும். இல்லை, ഇവിടെ സ്ക്രൂ വരില്ലേ? ഇവിടെ സ്ക്രൂ വരാது. വരാതാ, ഇതിൽ മട്ടത്താ വരിക. അതേപോലെ തന്നെ വരും. അപ്പോൾ സുഹൃത്തുക്കൾ അതുണ്ടാവും, വാർപ്പ് കട്ട് ചെയ്യണ സാധനമാണ്. കട്ട് ചെയ്തിട്ട് അലുവ കഷ്ണം പോലെ എടുക്കും. അതിൻ്റെ മെഷീനാണ് ഇത്, പവർ. അപ്പോൾ ഇത് പൊട്ടിക്കൂലെന്ന് പറഞ്ഞിട്ട്, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവാതെ. അപ്പോൾ അതിൻ്റെ ബ്ലേഡാണ്, ഒരു ജമണ്ടൻസ് ഇതാണ്ടോ ബ്ലേഡ്. എത്ര കിലോ ഉണ്ട്? ഇതിപ്പോൾ ഒരു 1.5-2 kg എടുക്കും അല്ലേ? 2 kg. നോക്കാം, 2.5 എത്ര? 14,500 കേട്ടോ. ഇതിന് ഗ്യാരണ്ടി 1 ഇയർ തന്നെ. 1 ഇയർ വാറണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? നന്നാക്കി കൊടുക്കും. ഇതാണ് ടൈലിൽ ഗ്രൗട്ട് ഇട്ടിട്ട് പ്രസ് ചെയ്ത് വൈബ്രേറ്റർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രൗട്ടിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടില്ല. ടൈൽ ഫിക്സ് ചെയ്യണം. ഇത് ബാറ്ററി 2 ബാറ്ററി ഉണ്ടാവും. ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജർ ഉണ്ട്. ഇതാ ടൈൽ വൈബ്രേറ്റർ. ഇതാണ് വൈബ്രേറ്റർ അല്ലേ? അപ്പോൾ ഗ്രൗട്ട് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആമറിൻ്റെ അടിയൊക്കെ കണ്ട് പോകും. റബ്ബർ ആമർ അതൊക്കെ പോകും. ചെയ്ത് കൊടുത്താൽ കഴിയുമ്പോൾ എല്ലായിടത്തും സെറ്റ് ആവും. ഇതൊരു മെഷീൻ അല്ലേ? ഹലോ സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഗാന്ധിപുരം പോയിച്ചിട്ട് ആ ഒരു ഏരിയക്കാണ് പോകുന്നത്. അപ്പോൾ ഉക്കട മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് 130 രൂപയാണ് അങ്ങോട്ട് ഇട്ടാൽ. അതാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓട്ടോയിൽ സഞ്ചരിക്കുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത് നാഗിയുണ്ട്. സോമസുന്ദരൻ ഹിൽസ് അല്ലേ? മിൽ റോഡ് ഹിൽസ് അല്ല, മിൽ റോഡ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഗാന്ധിപുരത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. എത്ര ദിവസം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 3 മാസം മുമ്പ് വാങ്ങിച്ച സാധനം
ഇപ്പോൾ ഈ ഒരു പോക്കിൽ ഞാൻ ഫുള്ള് സാധനങ്ങൾ ബാക്കിയുള്ളൊക്കെ റിട്ടേൺ കൊടുത്തു, ഒരു പ്രശ്നമില്ലാത്ത അവരെടുത്ത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.